പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവത്തിൻ്റെ 199 പ്രോമിസസ് ആണ് നാം ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിലെ മറ്റൊരു വാക്യം ഞാനിവിടെ വായിക്കാം. ഫോർ ബൈ ഗ്രേസ് ആർ ye സേവ്ഡ് ത്രൂ ഫെയ്ത്ത്, ആൻഡ് ദാറ്റ് നോട്ട് ഓഫ് യുവർസെൽസ്, it is the gift of God. For by grace are ye saved through faith, and that not of yourselves, it is the gift of God. Ephesians chapter 2 verse 8. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫെഷ്യൻസിന് എഴുതിയ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ 8-ാം വാക്യമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ വായിച്ചത്. അതായത് അതിൻ്റെ മലയാളം, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവം നിങ്ങൾക്ക് തന്ന ദാനമാണ്. അപ്പോൾ ഇന്ന് ഈ കൃപ, ഇവിടെ 2 വാക്കുകളാണ് പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് ആലോചിക്കാനുള്ളത്. ഒന്ന് കൃപ, മറ്റൊന്ന് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം. അപ്പോൾ ഇവിടെ in this verse there are 2 main words, grace and faith. ഇപ്പോൾ നാം ഇവിടെ വായിച്ച വാക്യത്തിൽ 2 പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്കിവിടെ ചിന്തിക്കാനുള്ളത്. ഒന്ന് ഗ്രേസ്, മറ്റൊന്ന് ഫെയ്ത്ത്. To put it in simple terms, grace is God's free gift of salvation in Jesus Christ. അപ്പോൾ ഗ്രേസ് എന്ന് പറയുന്നത് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വരദാനമാണ് ഈ ഗ്രേസ് അല്ലെങ്കിൽ കൃപ. അത് നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കുന്നു. ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഫെയ്ത്ത് ഈസ് റിസീവിങ് ദാറ്റ് ഗിഫ്റ്റ്. ഫെയ്ത്ത് അതായത് വിശ്വാസം ഈ കൃപയെ സ്വീകരിക്കുന്നു. ഫെയ്ത്ത് ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. ഈ വിശ്വാസം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് റിസീവിങ്. അതെന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ കൃപയെ സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ. 2 കൈകളും നീട്ടി സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഫെയ്ത്ത് ഇറ്റ് സെൽഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതായത് വിശ്വാസം എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. ആൻഡ് ഇറ്റ് കംസ് ഫ്രം ഹിയറിങ് ഗോഡ്സ് വേർഡ്. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? നാം വിശ്വാസം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്താലാണ്. റോമർക്ക് എഴുതിയ ലേഖനം, റോമൻസിൻ്റെ 10-ാം അധ്യായം 17-ാം വാക്യം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വിശ്വാസം നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ്. അപ്പോൾ therefore we can see from this that salvation is totally a gift of God. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത്, സാൽവേഷൻ എന്ന് പറയുന്നത് ടോട്ടലി എന്താണ്? എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ആ ഗിഫ്റ്റ് എങ്ങനെ നമുക്ക് കിട്ടുന്നത്? ഈ രക്ഷ എങ്ങനെ കിട്ടുന്നത്? ദൈവത്തിൻ്റെ കൃപയാൽ നാം അവനിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് കൃപ നൽകി അവൻ നമ്മളെ വിശ്വാസികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ല, നാം വിശ്വാസത്തിലേക്ക് അങ്ങ് ചാടി കയറുകയല്ല, അല്ലെങ്കിൽ നമ്മളെ നല്ല പ്രവൃത്തി കൊണ്ട് നാം വിശ്വാസികളായി തീരുന്നതുമല്ല. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം നമുക്ക് മറ്റ് ഉന്നത മതങ്ങളൊക്കെ, വലിയ മതങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ പ്രവൃത്തിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ബൈബിളിൽ പ്രവൃത്തിക്കുള്ള വിശ്വാസത്തിനാണ് പ്രാധാന്യം നമുക്ക് അറിയാം. വി ക്യാൻ ഓൾസോ സീ ഫ്രം ദീസ് ഹൗ ഡിഫറെൻറ്റ് ക്രിസ്ത്യാനിറ്റി ഈസ് ഫ്രം അതർ റിലീജൻസ്. Other religions teach that in order to be saved, man must earn merit by doing good works. അതാണ്, സൽപ്രവർത്തികൾ ചെയ്യണം. മറ്റ് മതങ്ങളൊക്കെ തന്നെ പറഞ്ഞത് നിങ്ങൾ സൽപ്രവർത്തികൾ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. നമ്മൾ സൽപ്രവർത്തികൾ കൊണ്ട് നമുക്ക്
രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നാണ് മറ്റ് സകല മതങ്ങളും പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തുമതം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ക്രിസ്തുമതം പറഞ്ഞത് നിങ്ങളൊരു പ്രവൃത്തി ചെയ്തത് കൊണ്ട് നിങ്ങളെ ഇന്നർ സോൾ ഉണ്ടല്ലോ, ഈ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണമെന്നില്ല. കാരണം ഉദാഹരണം ഞാൻ പറയാം, നമ്മൾ പള്ളി പോകുന്നു. ഈ പള്ളി പോകുന്ന ദുഷ്ടനും നല്ലവനും എല്ലാവരും പള്ളി പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാം ദുഷ്ട ചിന്തകൾ വെച്ചുകൊണ്ടാണ് ഞാൻ പള്ളി പോകുന്നത്. എൻ്റെ അയൽക്കാരിലുള്ള എൻ്റെ ദേഷ്യം, മറ്റവൻ്റെ കാറിനെ കുറിച്ച് എനിക്ക് അസൂയ, മറ്റവൻ്റെ മകൻ നന്നായി പഠിച്ചു വളർന്ന് ഉദ്യോഗം ലഭിക്കുന്നു എനിക്ക് അസൂയ, ഇങ്ങനെ പല വിധത്തിലായ ദ്രോഹ ചിന്തകൾ, മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കുന്ന ആ ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ ചിന്ത വെച്ചുകൊണ്ട് എനിക്ക് പള്ളി പോവാം, എനിക്ക് എപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കാം, പ്രാർത്ഥിക്കാം, ഒക്കെ ചെയ്യാം. അത് ഒരു പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ ഞാനൊരു വിശ്വാസിയായിട്ട് ഒരു വിശ്വാസ പ്രകടനം എനിക്ക് കാഴ്ചവെക്കാനും അങ്ങനെ ഒരു വിശ്വാസിയായിട്ട് നിലനിൽക്കാനും കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരിക്കലും ഒരു വിശ്വാസിയല്ല. എന്താ കാരണം? ബൈബിളിൽ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം നാം വായിച്ചു നോക്കിയാൽ അതിൽ കാണും, ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. അപ്പോൾ ക്രിസ്തുമാർഗം അല്ലെങ്കിൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ എന്നാണ്. ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടെങ്കിൽ നിനക്ക് ദൈവത്തെ കാണാം, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. ഇങ്ങനെ നമുക്കൊരു വാക്യം നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഗബ്രിയേൽ ദൂതൻ ഒരു വ്യക്തിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത്? കൃപ ലഭിച്ചവളെ നീ ഭാഗ്യവതി, നിന്നിൽ നിന്ന് ലോകരക്ഷകൻ ഭൂജാതനാകും. അല്ലേ? അപ്പോൾ കൃപ ലഭിച്ചവളെ ദൈവദൂതൻ എന്ന് പറയുകയാണ് മേരി മാതാവിനോട്. എന്താ പറഞ്ഞത്? കൃപ ലഭിച്ചവളെ. അതാണ്. അപ്പോൾ ദൈവം നമുക്ക് കൃപ തരികയാണ്. നാം ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനശേഷി കൊണ്ടും നമ്മുടെ പുറത്തുള്ള ഈ പ്രകടനങ്ങൾ കൊണ്ടുമല്ല നമുക്ക് കൃപ ലഭിക്കുന്നത്. കൃപ ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് കൃപ ലഭിക്കുകയുള്ളൂ. ആ കൃപ മൂലം മാത്രമേ നമുക്കൊരു സത്യസന്ധമായ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ആ വിശ്വാസം മൂലം മാത്രമേ നമുക്ക് കൃപ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിശ്വാസം മൂലം കൃപ ലഭിക്കുന്നു, കൃപ മൂലം വിശ്വാസം ലഭിക്കുന്നു. ഇത് രണ്ടും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ്. അതുമൂലമാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഇപ്പം നമുക്ക് ഒരു ചെറിയ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു സ്ത്രീയെ നോക്കി, ദുരുദ്ദേശത്തോടു കൂടി നോക്കി ഞാൻ എൻ്റെ മനസ്സിൽ തെറ്റായ ചിന്തയിൽ ഞാൻ ഇരുന്നാൽ തീർച്ചയായിട്ടും ബൈബിൾ പ്രകാരം ഞാൻ വ്യഭിചാരിയാണ്. ആ സ്ത്രീയെ ഞാൻ മാനസികമായി ചിന്തിക്കുകയും അങ്ങനെ ഞാൻ മാനസികമായി വ്യഭിചാരം ചെയ്യുകയും ചെയ്യുന്നു. കാരണം നാം ആദ്യമായി എങ്ങനെയാണ് സ്ത്രീകളെ നാം ബലാത്കാരം ചെയ്യുന്നത്? എങ്ങനെയാണ്? ഒരു സ്ത്രീയോടുള്ള നമ്മളെ അടുപ്പം, ആ സ്ത്രീയെ കാണുമ്പോൾ നമുക്കുള്ള മോഹം, സ്നേഹം, പ്രേമം, ഇതൊക്കെയാണ് നമ്മളെ ഒരു സ്ത്രീയിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ഇതിന് ആദ്യം എന്ത് വേണം? നമ്മളെ ഹൃദയത്തിൽ ആ സ്ത്രീ കൂടിയിരിക്കണം. അപ്പോൾ ആ സ്ത്രീയെ നാം ആദ്യം നമ്മളെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീയെ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ് അവരോടുള്ള ആ ഒരു അത്യാഗ്രഹം മൂത്ത് നാം അവരെ അസമയത്തും അസ്ഥാനത്തും ഒക്കെ തന്നെ സ്ഥലകാല ഭ്രമം ബാധിച്ച് നാം കയറിപ്പിടിക്കുകയും തെറ്റുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരുത്തൻ വ്യഭിചാരി ആകുന്നത് ആദ്യം ശാരീരികമായിട്ടല്ല, മാനസികമായിട്ടാണ്. ഇതാണ് ക്രിസ്തുമതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിലുള്ള ആ നീച കാര്യങ്ങളെ, മോശമായ കാര്യങ്ങളെ തുടച്ചു നീക്കാതെ നമുക്കൊരിക്കലും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. അപ്പോൾ വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൃപയാണ്.
ഇന്ന് ലോകത്തിൽ 900 കോടിയിലധികം ജനങ്ങൾ അധിവസിക്കുന്നു അല്ലേ? ഇതിൽ വിശ്വാസികൾ എത്രയുണ്ട്? ദൈവവിശ്വാസികൾ എന്ന് പറയുന്നവർ ആരൊക്കെയാണ്? അതിൽ തന്നെ ദൈവവിശ്വാസികളാണെന്ന് പറയുന്നവർ എത്രയുണ്ട്? ദൈവവിശ്വാസികൾ സത്യമായി എത്ര വിശ്വാസികളുണ്ട്? നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞത് ദൈവം എന്നെ സ്വീകരിക്കുമ്പോൾ മാത്രമേ എന്നിൽ വിശ്വാസം വരുന്നുള്ളൂ. യഥാർത്ഥമായ സത്യമായ വിശ്വാസം എന്നിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത വിശ്വാസം വെറും കാപട്യമാണ്. ഇന്നധികവും ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത് കൊണ്ടു നടക്കുന്ന ഈ മതം കൊണ്ടു നടക്കുന്നത് തന്നെ എന്തിനാണ്? അതായത് ക്രൈസ്തവ മതം എന്ന് പറഞ്ഞ സമൂഹത്തിൽ ചെറുതായ മതമല്ല, ഒരു ഉന്നതമായ മതമാണ്. ആ മതത്തെ ലോകം അംഗീകരിച്ചിട്ടുള്ളൊരു മതമാണ്. അതുകൊണ്ട് തന്നെ ആ മതത്തിൽ നിൽക്കുന്ന, ആ മതത്തിൽ തന്നെ പ്രത്യേകിച്ച് ചില വിഭാഗങ്ങൾ കൂടുതൽ അവർ ഊറ്റം കൊള്ളുന്നുണ്ട്. ഞങ്ങളുടെ മതമാണ് ഏറ്റവും നല്ല മതം. അത് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചുകൊള്ളുക. അങ്ങനെ എല്ലാ സഭകൾക്കും അന്യോന്യം അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ, ഞങ്ങളാണ് യഥാർത്ഥമായി ദൈവത്തിൽ ആരാധിക്കുന്നവർ. ഇങ്ങനെയൊക്കെ ചിന്ത വെച്ചുകൊണ്ടുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ, നമ്മുടെ ക്രിസ്തീയ പല ഡിനോമിനേഷൻസിലും ഉണ്ട്. അതൊന്നും ഞാനിവിടെ വർണ്ണിക്കാനോ അല്ലെങ്കിൽ വിവരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഏവനോ അവൻ ഹൃദയശുദ്ധിയുള്ളവനായിരിക്കും. കാരണം അവനിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വസിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് മനസ്സിലാണ് വസിക്കുന്നത്, നമ്മളെ ഹൃദയത്തിലാണ് വസിക്കുന്നത്, അല്ല ശരീരത്തിലല്ല. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. അങ്ങനെ സകല സത്യത്തിലും വഴി നടത്തുമ്പോൾ മാത്രമേ നാം ഒരു വിശ്വാസിയായി മാറുന്നുള്ളൂ. ആ വിശ്വാസം മൂലമാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.